ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അതുമായി റിലേറ്റ് ചെയ്തു വരുന്ന മച്യൂരിറ്റി, ഡിസ്കൗണ്ടിങ്, എൻഡോഴ്സ്മെന്റ് ഇവയൊക്കെ എന്താണെന്നൊന്ന് നോക്കാം. ആദ്യം മച്യൂരിറ്റി ഓഫ് ബിൽ എന്താണെന്ന് നോക്കാം. എന്താണ് മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് വിനിമയ ബില്ലിന്റെ കാലാവധി എന്നാണ് ഇതിന്റെ അർത്ഥം. The term maturity refers the date on which a bill of exchange or a promissory note become due for payment. അതായത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെയോ പ്രോമിസറി നോട്ടിന്റെയോ തുക കൊടുത്തു തീർക്കേണ്ട ദിവസത്തെയാണ് ഈ മച്യൂരിറ്റി ഓഫ് ബിൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ട് ഏതോ ആയിക്കോട്ടെ, അതിന്റെ തുക കൊടുത്തു തീർക്കേണ്ട ദിവസത്തെയാണ് മച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്നൊക്കെ അതിനെ പറയാം. ഇൻ അറൈവിംഗ് അറ്റ് ദ മച്യൂരിറ്റി ഡേറ്റ്, 3 days known as days of grace must be added to the date on which the period of credit expires. Instrument is payable. അതായത് ഈ മച്യൂരിറ്റി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം 3 അധിക ദിവസങ്ങൾ കൂടി കൂട്ടി നൽകിയാണ് പണം നൽകപ്പെടേണ്ട ദിവസം തീരുമാനിക്കുന്നത്. ആ അധിക ദിവസങ്ങളെയാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് അഥവാ ഇളവ് ദിനങ്ങളെന്നോ കാരുണ്യ ദിനങ്ങളെന്നോ എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പം നമ്മൾ ഈ മച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കണക്കിലെടുക്കണം? അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഡേറ്റ് ഓഫ് ബിൽ ഡ്രോൺ, നമ്മൾ ബില്ല് എഴുതിയിട്ടുള്ള ഏത് ദിവസമാണ് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത് ആ ഡേറ്റ്, പിന്നെ ആ ബില്ലിന്റെ കാലാവധി പീരിയഡ്, അതായത് എത്ര മാസത്തേക്കിനാണെന്ന ബില്ലിൽ കാണുമല്ലോ. ചിലപ്പോൾ 1 month ആയിരിക്കും, ചിലപ്പോൾ 2 months, അല്ലെങ്കിൽ 3 months, അല്ലെങ്കിൽ 30 days ആഫ്റ്റർ, അല്ലെങ്കിൽ 60 days ആഫ്റ്റർ, അങ്ങനെ ഒരു പീരിയഡ്, ഒരു കാലാവധി ബില്ലിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഡേറ്റ് ഓഫ് ബില്ലിൻ്റെ കൂടെ ആ പീരിയഡ് ആഡ് ചെയ്യണം. അതുകൂടാതെ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? ഇളവ് ദിനങ്ങൾ അല്ലെങ്കിൽ കാരുണ്യ ദിനങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു സാധാരണ 3 ദിവസമാണ് ഈ ഡേയ്സ് ഓഫ് ഗ്രേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയത്തിൻ്റെ കൂടെ ഒരു 3 days കൂടെ ആഡ് ചെയ്ത് വരുന്ന അതിന് ശേഷമുള്ള ദിവസമാണ് ഏതായിട്ട് കണക്കാക്കുന്നത്? മച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ മച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധം ഒന്ന് നോക്കാം. എക്സാമിനേഷന് ഇത്തരത്തിൽ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, നോക്കിയേ, കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ സീരിയൽ നമ്പർ, ബില്ലിലെ ഡേറ്റ്, ബിൽ ഡേറ്റ്, അതിൻ്റെ കാലാവധി, ഗ്രേസ് ഡേയ്സ് അല്ലെങ്കിൽ ഡേയ്സ് ഓഫ് ഗ്രേസ്, ഡ്യൂ ഡേറ്റ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഗ്രേസ് ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 3 days ആണ് എല്ലാ ബില്ലിലും. നമ്മളിവിടെ പറഞ്ഞല്ലോ, കണ്ടോ, 3 days നോൺ ആസ് ഡേയ്സ് ഓഫ് ഗ്രേസ്. അപ്പോൾ അതാണ് 3 എന്നും പറഞ്ഞ് എല്ലാ കോളത്തിലും എഴുതിയിരിക്കുന്നത്. ഇനി നോക്കിക്കേ, മാർച്ച് 5-ാം തീയതിയാണ് ബില്ല് ഡ്രോ ചെയ്ത ഡേറ്റ്. മാർച്ച് 5-ന് ഡ്രോ ചെയ്ത ഡേറ്റ്, അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 30 ദിവസം പ്ലസ് 3 days കൂടെ അല്ലേ ഇടേണ്ടത്. അപ്പം 33 ദിവസം, അതായത് മാർച്ച് 5 തൊട്ട് 33 ദിവസം കാൽക്കുലേറ്റ് ചെയ്തു വരുന്ന ദിവസമാണ് ഈ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം മാർച്ച് 5-ന് എഴുതിയ ബില്ലിൻ്റെ 33 ദിവസം ആകുമ്പോഴുള്ള അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? നോക്കിക്കേ, ഇതൊരു കലണ്ടറാണ്. അപ്പം മാർച്ച് 5, അപ്പം മാർച്ച് 5 എന്താണ് ബിൽ ഡേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് 33 ദിവസം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് 5, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33. അപ്പം ഏപ്രിൽ 6 ആയപ്പോഴാണ് 33 ദിവസം പൂർത്തിയായത്. അപ്പം 33 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്? ഏപ്രിൽ 7 ആണ്. അപ്പം ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഏപ്രിൽ 7 ആണ്. കണ്ടോ? അപ്പം 33 ദിവസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 7 ആണ്. മാർച്ച് 5-ന് ഡ്രോ ചെയ്ത ബില്ല് 30 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് ഏപ്രിൽ 7 ആണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, മാർച്ച് 5-ന് തന്നെ ഡ്രോ ചെയ്ത ബില്ല്, അതിൻ്റെ പീരീഡ് 1 month എന്നാണ് തന്നിരിക്കുന്നത്. 1 month.
ഡേയ്സ് ഓഫ് ഗ്രേസ് 3 തന്നെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് മാർച്ച് 5 തൊട്ട് 1 മന്ത് എന്ന് പറയുമ്പോൾ എത്രയായി? ഏപ്രിൽ 5 ആയപ്പോഴത്തേക്കിനും 1 മാസമായി ഇല്ലേ? പ്ലസ് 3 ഡേയ്സ്. അപ്പോൾ എത്രയാണ്? ഏപ്രിൽ 8 അല്ലേ? അതായത് ഏപ്രിൽ 5. അപ്പോൾ 5, 6, 7. ഏപ്രിൽ 7 ആയപ്പോഴത്തേക്കിനും 1 മാസവും 3 ദിവസവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന ദിവസം എന്ന് പറയുന്നത് ഏതാണ്? ഏപ്രിൽ 8 ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതായത് ഇവിടെ 30 ഡേയ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 30 ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ മാർച്ചിൽ 31 ദിവസം ഇല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഏപ്രിൽ 7 ആകാൻ കാരണം. അപ്പോൾ ആ ഒരു ദിവസവും കൂടെ വെച്ച് കൗണ്ട് ചെയ്യുമ്പോൾ ഏപ്രിൽ 7 ആയിട്ട് മാറും ഡ്യൂ ഡേറ്റ്. ഇവിടെ മാർച്ച് 5 എന്ന് പറഞ്ഞാൽ 1 മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഏപ്രിൽ 5 ആകുമ്പോഴത്തേക്കിനും 1 മന്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ അന്ന് തൊട്ട് 3 ദിവസം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 5, 6, 7. അപ്പോൾ 7-ാം തീയതി കഴിഞ്ഞ് അടുത്ത ഏപ്രിൽ 8 ആകുമ്പോഴത്തേക്കിനുമാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആകുന്നത്. അപ്പോൾ ഏപ്രിൽ 8 ആണ് 1 മന്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡ്യൂ ഡേറ്റ് വരുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? കാരണം ഈ മാർച്ച് എന്ന് പറയുന്നത് 31 ദിവസം ഇല്ലേ? അതുകൊണ്ടാണ് ഇവിടെ 30 ദിവസം എന്ന് പറഞ്ഞപ്പോൾ ഈ ഏപ്രിൽ 8 ഒരു ദിവസം കുറവായിട്ട് വന്നത്. ഓക്കെ, ഇനി നോക്കിക്കുക. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ. ജൂലൈ 5 ബിൽ ഡേറ്റ്. അതിൻ്റെ പീരീഡ് 30 ഡേയ്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡേറ്റ്സ് ഓഫ് ഗ്രേസ് 3 ആണ്. അപ്പോൾ മൊത്തം 33 ഡേയ്സ്. ജൂലൈ 5 ശേഷം 33 ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഡ്യൂ ഡേറ്റ് ആകുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഏതായിരിക്കും? ഓഗസ്റ്റ് 7 ആയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് കലണ്ടർ എടുത്ത് വെച്ചിട്ട് ഒന്ന് എണ്ണി നോക്കിക്കുക. ഓഗസ്റ്റ് 7 ആയിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ജൂലൈ 5 ഡ്രോ ചെയ്ത ബില്ല് 1 മന്ത് ആണ് പീരീഡ് എങ്കിൽ പ്ലസ് 3 ഡേയ്സും കൂടി വരുമ്പോൾ, ഇപ്പം ജൂലൈ 5 ഡ്രോ ചെയ്ത് 1 മന്ത് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 5 ആയപ്പോഴത്തേക്കിനും 1 മന്തായി പ്ലസ് 3 ഡേയ്സ്. 5, 3, 8. ഓഗസ്റ്റ് 8 ആകുമ്പോഴാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആകുന്നത്. ഉണ്ടോ? പക്ഷെ 30 ദിവസം എന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നായി? ഓഗസ്റ്റ് 7 ആയി. അതായത് അവിടെ ജൂലൈയിലും എത്ര ദിവസം ഉണ്ടായിരുന്നു? 31 ദിവസം ഉണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 7 ആയിരുന്നു അതിൻ്റെ ഡ്യൂ ഡേറ്റ്. അപ്പം അങ്ങനെ ഈ 31 ഡേയ്സ് ഉള്ള മന്തിലൊക്കെ അങ്ങനെ വരും കേട്ടോ. അത് ഏതൊക്കെയാണ്? ഈ ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. അപ്പം ഇവിടെയൊക്കെ 31 ഡേയ്സ് ആണ് മന്തിൽ വരുന്നത്. അപ്പം 30 ഡേയ്സ് ആണ് കാലാവധി എങ്കിൽ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തോളണം കേട്ടോ. പിന്നെ ഈ 4 മാസം നമുക്കറിയാം 30 ഡേയ്സ് ആണ് വരുന്നുള്ളൂ. പിന്നെ അതുപോലെ ലീപ്പ് ഇയർ വരുമ്പോഴും ശ്രദ്ധിക്കണം. അതായത് ലീപ്പ് ഇയറിൻ്റെ പ്രത്യേകത എന്താണ്? ഫെബ്രുവരി മാസത്തിൽ 29 ദിവസം ഉണ്ടായിരിക്കും. ലീപ്പ് ഇയർ അല്ലെങ്കിൽ 28 ദിവസമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി അടുത്തത് വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. ജനുവരി 1 ബിൽ ഡേറ്റ്. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 3 മന്താണ്. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് 3 ഡേയ്സ് ആണ്. അപ്പം 3 മന്ത് എന്ന് പറയുമ്പോൾ ജനുവരി 1 അല്ലേ? അപ്പം ജനുവരി 1 തൊട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 1 ആയപ്പോഴത്തേക്കിന് 3 മന്തായി പ്ലസ് 3 ഡേയ്സ് എന്ന് പറയുമ്പോൾ എന്നാണ്? ഏപ്രിൽ 4 ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത് അല്ലേ? ഇനി ജൂലൈ 15 ഡ്രോ ചെയ്ത ഒരു ബില്ല് 30 ഡേയ്സ് ആണ്. അപ്പം ജൂലൈ 15 ഡ്രോ ചെയ്ത ബില്ല് 30 ഡേയ്സ് എന്ന് പറയുമ്പോഴും എന്നാണ് വരുന്നത്? അപ്പോൾ അതായത് ജൂലൈ, ഇപ്പോൾ ഓഗസ്റ്റ് 14 അല്ലേ വരുന്നത്? അപ്പോൾ ഓഗസ്റ്റ് അപ്പം 31 ഉണ്ടല്ലോ, ജൂലൈയിൽ 31 ഉണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 14 ആകുമ്പോഴത്തേക്കിനും ഒരു 30 ദിവസം ആകും. പിന്നെ 3 ദിവസം കൂടി. അപ്പോൾ 14, 15, 16. അതിനുശേഷം വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓഗസ്റ്റ് 17 ആണ്. മനസ്സിലായില്ലേ? ഇനി അത് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ജൂലൈ 15 ഡ്രോ ചെയ്ത ബില്ല് 1 മന്താണ് ഡേയ്സ് എങ്കിൽ അതിൻ്റെ എന്നായിരിക്കും ഡേറ്റ് വരുന്നത്? ഓഗസ്റ്റ് 18. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി വേറൊന്ന് നോക്കിക്കേ. ഏപ്രിൽ 30 ഡ്രോ ചെയ്ത ബിൽ ഡേറ്റ് ഏപ്രിൽ 30. അതിൻ്റെ പീരീഡ് 2 മന്താണ്. 3 ഡേയ്സ് ഓഫ് ഗ്രേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? ഏപ്രിൽ 30 തൊട്ട് 2 മന്ത് എന്ന് പറയുമ്പോൾ എന്നാണ്? ഏപ്രിൽ 30 അല്ലേ? അപ്പം ഏപ്രിൽ, മെയ്, ജൂൺ 30 അല്ലേ? അപ്പം ജൂൺ 30 പ്ലസ് 3 ഡേയ്സ്. അപ്പം ജൂൺ 30 തൊട്ട് ജൂൺ 30, ജൂലൈ 1, ജൂലൈ 2. അപ്പം അതിന് ശേഷം വരുന്ന ഡേറ്റ് എന്നാണ്? ജൂലൈ 3 ആണ്. മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 3 ആണ് വരുന്നത്. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ
അതെന്ന് പറയുന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ നമ്മുടെ ഈ ആദ്യത്തെ എക്സാമ്പിൾ കണ്ടില്ലേ, ഇവിടെ ഏപ്രിൽ 8 അല്ലേ ഡ്യൂ ഡേറ്റ് വന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇഫ് April 8 falls on a പബ്ലിക് ഹോളിഡേ, ഏപ്രിൽ 8 എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആണ് എങ്കിൽ അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് April 7 ആയിരിക്കും. April 7 വിൽ ബി ദ മച്യൂരിറ്റി ഡേറ്റ്. അതായത് April 8 എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആണ് എങ്കിൽ April 7 ആയിരിക്കും. പബ്ലിക് ഹോളിഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നേരത്തെ മുൻകൂട്ടി അറിയാമല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുൻപുള്ള ദിവസമായിരിക്കും മച്യൂരിറ്റി ഡേറ്റ്. ഇനി വേറൊരു കേസ് കൂടിയുണ്ട്. ഇഫ് April 8 ഈസ് എ ഡിക്ലെയർഡ് ഹോളിഡേ ബൈ ദി ഗവൺമെൻറ്, അതായത് ഈ April 8 എന്ന് പറയുന്നത് ഒരു ഡിക്ലെയർഡ് ഹോളിഡേ ആണ് എങ്കിൽ, അതായത് പെട്ടെന്ന് ഗവൺമെൻറ് അവധി പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ് എങ്കിൽ, അതായത് മുൻകൂട്ടി അറിയത്തില്ല, പെട്ടെന്ന് ഡിക്ലെയർ ചെയ്തൊരു ഡിക്ലെയർഡ് ഹോളിഡേ ആണ് എങ്കിൽ മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസമായിരിക്കും. അതായത് April 8 കഴിഞ്ഞ് വരുന്ന April 9 ആയിരിക്കും മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നല്ലോ, അന്ന് ഹോളിഡേ ആയിരിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല, പെട്ടെന്ന് ഡിക്ലെയർ ചെയ്താണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസമായിരിക്കും അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോളണം. അപ്പം ആ രീതിയിലുള്ള ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പം November 23 ബില്ല് ഡ്രോ ചെയ്തു. 2 മന്താണ് കാലാവധി. 3 days ഓഫ് ഗ്രേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മച്യൂരിറ്റി ഡ്യൂ ഡേറ്റ് ആവുന്ന ഡേറ്റ് എന്നാൽ November 23 തൊട്ട് 2 മന്ത് എന്ന് പറയുമ്പോൾ നവംബർ അല്ലേ, ഇപ്പം ഡിസംബർ, ജനുവരി. ഇപ്പം ജനുവരി 23 ആയപ്പോഴത്തേക്കിന് 2 മന്തായി. പ്ലസ് 3 days എന്ന് പറയുമ്പോൾ എന്നാണ്? ജനുവരി 26 ആണ്. നോക്കിയേ, ജനുവരി 26 എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആണ് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു നാഷണൽ ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എന്നായിരിക്കും? ഒരു ദിവസം പുറകോട്ടാണ്. അതായത് ജനുവരി 25 ആയിരിക്കും. മനസ്സിലായില്ലേ? ജനുവരി 26 ആണ് നാഷണൽ ഹോളിഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപിലുള്ള, അതായത് ജനുവരി 25 ആയിരിക്കും അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ജനുവരി 26 ആണ് ഡ്യൂ ഡേറ്റ് ആയിട്ട് വരുന്നത്. ബട്ട് ഇറ്റ് ഈസ് എ നാഷണൽ ഹോളിഡേ, സോ ഡ്യൂ ഡേറ്റ് വുഡ് ബി 1 day ബിഫോർ ഇറ്റ്. അപ്പം അതുകൊണ്ട് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഒരു ദിവസം മുന്നമായിരിക്കും. അപ്പം ജനുവരി 25. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയുള്ള വേറൊരു എക്സാമ്പിളാണ്. നോക്കിക്കേ, മെയ് 29 ബില്ല് ഡ്രോ ചെയ്തത് ഡേറ്റ്. 4 മന്താണ് അതിൻ്റെ കാലാവധി, 4 മാസത്തെ കാലാവധി, 3 ദിവസത്തെ ഡേയ്സ് ഓഫ് ഗ്രേസ്. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 29 തൊട്ട് 4 മാസം എന്ന് പറയുമ്പോൾ മെയ് അല്ലേ. ഇപ്പം ജൂൺ 29, ജൂലൈ 29, ഓഗസ്റ്റ് 29, സെപ്റ്റംബർ 29 ആയപ്പോഴത്തേക്കിനും 4 മന്തായി. അപ്പോൾ സെപ്റ്റംബർ 29 പ്ലസ് 3 days. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ സെപ്റ്റംബർ 29, അപ്പോൾ 29, 30, 1 എന്നാണ് വരുന്നത്? ഒക്ടോബർ 2 അല്ലേ, 3 ദിവസം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 20 തൊട്ട്, സെപ്റ്റംബറിൽ 30 ദിവസമല്ലേ ഉള്ളത്. അപ്പോൾ സെപ്റ്റംബർ 29, 30, 1. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പിന്നത്തെ ഡേ എന്ന് പറയുന്നത് ഏതാണ്? ഒക്ടോബർ 2 ആണ്. നമുക്കറിയാം ഒക്ടോബർ 2 എന്ന് പറയുന്നത് അതും ഒരു നാഷണൽ ഹോളിഡേ ആണ് അല്ലേ, ഗാന്ധി ജയന്തിയാണ്. അപ്പോൾ ബട്ട് ഇറ്റ് ഈസ് എ നാഷണൽ ഹോളിഡേ, സോ ഡ്യൂ ഡേറ്റ് വുഡ് ബി 1 day ബിഫോർ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിലും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എന്നായിരിക്കും? ഒരു ദിവസം മുന്നമായിരിക്കും. അതായത് ഒക്ടോബർ 1 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അങ്ങനെ ഒരു പബ്ലിക് ഹോളിഡേ ആണ് അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേ ആണ് വരുന്നതെങ്കിൽ ആ ഡ്യൂ ഡേറ്റിന് മുൻപുള്ള ദിവസമാണ് മച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി അല്ല, അതൊരു ഡിക്ലെയർഡ് ഹോളിഡേ, പെട്ടെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഒരു അവധി ദിവസമാണെങ്കിൽ ആ ഡേറ്റ് കഴിഞ്ഞു വരുന്ന ഡേറ്റ് വേണം ഡ്യൂ ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് ഇതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് മാർക്ക് ചെയ്തല്ലോ. മച്യൂരിറ്റി ഡേറ്റ് എന്താണെന്നുള്ളത് ഡേയ്സ് ഓഫ് ഗ്രേസ് 3 days ആണ്. ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇതും കൂടി, however where the date of maturity is a public holiday, the instrument will become due on the preceding business day. ഉണ്ടോ? ആ മച്യൂരിറ്റി ഡേറ്റ് പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആ പബ്ലിക് ഹോളിഡേക്ക് പ്രിസീഡിങ് ആയിട്ടുള്ള ഡേ എന്ന് വെച്ചാൽ എന്താണ്? അതിന് മുൻപുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഇതും കൂടി, ബട്ട് വെൻ ആൻ എമർജൻറ്റ് ഹോളിഡേ ഇസ് ഡിക്ലെയർഡ് അണ്ടർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, which may happen to be the date of maturity of a bill of exchange, then the date of maturity will be the next working day immediately after the holiday. കണ്ടോ? അപ്പോൾ ഗവൺമെൻറ് പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഡിക്ലെയർഡ് ഹോളിഡേ ആണ് എങ്കിൽ ഏതായിരിക്കും?
നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആയിരിക്കും, ആ ഹോളിഡേക്ക് ശേഷമുള്ള നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആയിരിക്കും അവിടെ മച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്. ബില്ലിൻ്റെ ഡിസ്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഹോൾഡർ ഓഫ് ദ ബിൽ നീഡ്സ് ഫണ്ട്സ് he can approach the bank for encashment of the bill before the due date. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈവശമുള്ള വ്യക്തിക്ക് കാലാവധി ദിവസത്തിന് മുൻപ് പണത്തിന്റെ ആവശ്യം വരികയാണെങ്കിൽ ആ ബില്ല് ബാങ്കിൽ സമർപ്പിച്ച് ആ ബില്ലിലെ പൈസ വാങ്ങിക്കാം. The bank shall make the payment of the bill after deducting some interest called discount in this case. ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാങ്ക് എന്ത് ചെയ്യും? ബില്ലിന്റെ തുകയിൽ നിന്ന് ഒരു നിശ്ചിത തുക കിഴിച്ചിട്ട്, അതിനെ ഡിസ്കൗണ്ട് എന്നാണ് പറയുന്നത്, ആ തുക കിഴിച്ചിട്ട് ബാക്കി പണം നൽകുന്നു. ദിസ് പ്രോസസ് ഓഫ് എൻകാഷിംഗ് ദ ബിൽ വിത്ത് ദ ബാങ്ക് ഈസ് കോൾഡ് ഡിസ്കൗണ്ടിങ് ദ ബിൽ. ദ ബാങ്ക് ഗെറ്റ്സ് ദ എമൗണ്ട് ഫ്രം ദ ഡ്രോയി ഓൺ ദി ഡ്യൂ ഡേറ്റ്. ഇങ്ങനെ ബാങ്ക് ബില്ലിന്മേൽ പണം മുൻകൂറായി ലഭ്യമാക്കുന്നതിനെയാണ് ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബാങ്കിന് ബില്ലിലെ തുക കാലാവധി തീരുന്ന ദിവസം ഡ്രോയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വൺ വേർഡ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിക്കേ, എൻകാഷിംഗ് ദ ബിൽ ബിഫോർ ദ ഡേറ്റ് ഓഫ് ഇസ് മച്യൂരിറ്റി ഈസ് കോൾഡ് ഡാഷ്. ഉണ്ടോ? ബില്ലിന്റെ മച്യൂരിറ്റി ഡേറ്റ് ആകുന്നതിന് മുൻപ് നമ്മൾ ബില്ലിലെ പണം വാങ്ങിച്ചെടുക്കുന്നെങ്കിൽ അതിനെന്താ വിളിക്കുന്നത്? ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്. ഇങ്ങനെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിനെയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഹൗസുകളൊക്കെ ഉണ്ട്, അവയൊക്കെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പേ എന്ന് പറയുന്ന ആരാണ്? ബാങ്ക് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഹൗസ് ഒക്കെ ആണെന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എൻഡോഴ്സ്മെന്റ് ഓഫ് ബിൽ അഥവാ ബില്ല് അധികാരപ്പെടുത്തി കൈമാറ്റം ചെയ്യൽ എന്നാണ് ഇതിന്റെ അർത്ഥം. എനി ഹോൾഡർ മേ ട്രാൻസ്ഫർ എ ബിൽ അൺലെസ് ഇറ്റ്സ് ട്രാൻസ്ഫർ ഈസ് റെസ്ട്രിക്റ്റഡ്. ദാറ്റ് ഈസ് ദ ബിൽ ഹാസ് ബീൻ നെഗോഷിയേറ്റഡ് കണ്ടെയ്നിങ് വേർഡ്സ് പ്രൊഹിബിറ്റിംഗ് ഇറ്റ്സ് ട്രാൻസ്ഫർ. അതായത് ബില്ല് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിക്ക് അതിന്മേൽ കൈമാറ്റത്തെ തടയുന്ന നിർദ്ദേശങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ബില്ല് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാം. അതായത് അതിൽ കൈമാറ്റം തടയുന്ന രീതിയിലുള്ള നിർദ്ദേശം ഒന്നും ഇല്ലെങ്കിൽ ബില്ല് കയ്യിലുള്ള ആൾക്ക് ആ ബില്ലിനെ എന്ത് ചെയ്യാം? കൈമാറ്റം ചെയ്യാം. ദ ബിൽ ക്യാൻ ബി ഇനീഷ്യലി എൻഡോസ്ഡ് ബൈ ദി ഡ്രോയർ by putting his signature at the back of the bill along with the name of the party to whom it is being transferred. The act of signing and transferring the bill is called endorsement. അപ്പൊ ഇത്തരത്തില് ബില്ല് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഡ്രോയർ ബില്ലിന് പുറകുവശത്തായിട്ട് അയാളുടെ ഒപ്പ് ചേർക്കേണ്ടതും അതുപോലെ ആർക്കാണ് കൈമാറ്റം ചെയ്യുന്നതെന്ന് അതിൽ വ്യക്തമാക്കേണ്ടതുമാണ്. അപ്പൊ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻഡോഴ്സ്മെന്റ് ഓഫ് എ ബിൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാനാണ് ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഞാൻ ആണ് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ മറ്റാർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ കയ്യിൽ ബില്ല് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതായത് എനിക്ക് തരാനുള്ള ആൾ ആക്സെപ്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന ബില്ലാണ്. അപ്പം ഞാൻ പണം കൊടുക്കാനുള്ള ആൾക്ക് എനിക്ക് എന്ത് ചെയ്യാം? ഈ ബില്ല് കൈമാറ്റം ചെയ്യാം. അതിനാണ് ഈ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എ ബിൽ ബൈ ദി ഹോൾഡർ ടു അനദർ പാർട്ടി ഈസ് ഡാഷ്. ഇപ്പം എന്താ പറയുന്നത്? എൻഡോഴ്സ്മെന്റ്. അപ്പോൾ വൺ വേർഡിലൊക്കെ വരാം. അപ്പം അതിനാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 ടേമുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയായിരുന്നു. അതായത് നമ്മൾ അന്ന് പഠിച്ച പ്രൊമിസറി നോട്ട് അല്ലായിരുന്നോ? അപ്പോൾ അതും ഇന്നത്തെ ക്ലാസ്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കേ, ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എ ബിൽ ബൈ ദി ഹോൾഡർ ടു അനദർ പാർട്ടി ഈസ്. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ, അതായത് ബില്ലിൻ്റെ ഹോൾഡർ ആ ബില്ല് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് എന്തെന്നാ പറയുന്നത്? എൻഡോഴ്സ്മെന്റ് അല്ലേ? നെക്സ്റ്റ്, എ പ്രോമിസറി നോട്ട് ഈസ് ഡ്രോൺ ബൈ. പ്രോമിസറി നോട്ട് ഡ്രോൺ ചെയ്യുന്നത് ആരാണ്? ഡെറ്റർ ആണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഡെറ്റർ ആണ് അത് ഡ്രോൺ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദർ ആർ ഡാഷ് പാർട്ടീസ് ടു എ പ്രോമിസറി നോട്ട്. ഒരു പ്രോമിസറി നോട്ടിൽ എത്ര പാർട്ടീസ് ആണ് ഉള്ളത്?
രണ്ട് പേരല്ലേ ഉള്ളത്, പ്രോമിസറും പ്രോമിസിയും. നെക്സ്റ്റ്, ഇഫ് എ ബിൽ ഡ്രോൺ ഓൺ July 1st for 30 days, വാട്ട് വിൽ ബി ദ മച്യൂരിറ്റി ഡേറ്റ്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ആ ടേബിളിൽ ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ജൂലൈ 5 ഡ്രോ ചെയ്യുന്ന ബില്ല് 30 ഡേയ്സ് ആണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, മച്യൂരിറ്റി ഡേറ്റ്. മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് കണ്ടോ, ജൂലൈ 5 എങ്കിൽ 30 ഡേയ്സ് പ്ലസ് 3 ഡേയ്സ്, അതായത് ജൂലൈ 5 ശേഷമുള്ള 33 ദിവസം കഴിഞ്ഞ് വരുന്നതെന്ന് പറയുന്നത് എന്നായിരിക്കും, ഓഗസ്റ്റ് 7. അപ്പം ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരും കണ്ടോ. അതുപോലെ തന്നെ ഇഫ് എ ബിൽ ഡ്രോൺ ഓൺ July 5 ഫോർ 1 month, വാട്ട് വിൽ ബി ദ മച്യൂരിറ്റി? 1 month ആണെങ്കിൽ എന്നായിരിക്കും മച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് വരുന്നത്, ഓഗസ്റ്റ് 8 ആയിരിക്കും. ജൂലൈ 5 30 ഡേയ്സ് ആണ് ഡ്യൂറേഷൻ പറയുന്നതെങ്കിൽ ഓഗസ്റ്റ് 7 ആയിരിക്കും. അതായത് 31 ദിവസമുള്ള മന്തിലാണ് എങ്കിലാണ് ഇങ്ങനെ ഈ ഡിഫറൻസ് വരുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. പരീക്ഷയ്ക്ക് 30 ഡേയ്സ് ആണോ 1 month ആണോ? അപ്പോൾ 30 ഡേയ്സ് കാണുമ്പോൾ തന്നെ 1 month ആണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് 1 month പ്ലസ് 3 ഡേയ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. കാരണം ചില മാസത്തിൽ 31 ദിവസമുണ്ട്. അത് നോക്കിയിട്ട് വേണം നിങ്ങളത് മച്യൂരിറ്റി ഡേറ്റ് എഴുതാനായിട്ട്. ഇനി ഇഫ് എ മച്യൂരിറ്റി ഡേറ്റ് ഓഫ് എ ബിൽ falls on a holiday, what will be the exact maturity date? കണ്ടോ, മച്യൂരിറ്റി ഡേറ്റ് ഓഫ് ബിൽ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഹോളിഡേ ആണ് എങ്കിൽ ഏതാണ് എക്സാക്ട് മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? ആ ഹോളിഡേക്ക് മുൻപുള്ള ദിവസമല്ലേ, അതായത് പ്രീവിയസ്, അതിന് തൊട്ട് മുൻപുള്ള ദിവസമാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഇഫ് ദ ഡ്യൂ ഡേറ്റ് ഓൺ വിച്ച് ദ ബിൽ ഈസ് ഡ്രോൺ ഹാസ് നോ കറസ്പോണ്ടിങ് ഡേറ്റ് ഇൻ ദ മച്യൂറിംഗ് മന്ത്, വാട്ട് വിൽ ബി ദ ഡ്യൂ ഡേറ്റ്? അതായത് ഡ്യൂ ഡേറ്റ് ഓഫ് ദ ബില്ല് എന്നാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്, കറസ്പോണ്ടിങ് മന്തിൽ അങ്ങനെ ഒരു ഡേറ്റ് വരുന്നില്ല എങ്കിൽ ആ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ആ മാസത്തെ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതായത് ഇപ്പോൾ നമുക്ക് ഫെബ്രുവരിയിലൊക്കെ ആണെങ്കിൽ 28 ദിവസമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 29, ലീപ്പ് ഇയർ ആണെങ്കിൽ 29. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം 30 എന്നൊക്കെയുള്ള രീതിയിലാണ് ഡേറ്റ് വരുന്നതെങ്കിൽ അപ്പോൾ ആ മാസത്തെ ലാസ്റ്റ് ഡേറ്റ് ആണ് എന്തായിട്ട് എടുക്കേണ്ടത്, മച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. നെക്സ്റ്റ്, വെൻ ആൻ എമർജൻറ്റ് ഹോളിഡേ ഇസ് ഡിക്ലെയർഡ് ഓൺ ദി മച്യൂരിറ്റി ഡേറ്റ്, വാട്ട് വിൽ ബി ദ മച്യൂരിറ്റി ഡേറ്റ്? ഒരു എമർജൻറ്റ് ഹോളിഡേ ഡിക്ലെയർ, അതായത് ഒരു ഡിക്ലെയർഡ് ഹോളിഡേ, പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ ഗവൺമെൻറ് ഒരു ഹോളിഡേ ഡിക്ലെയർ ചെയ്യുകയെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എന്നായിരിക്കും? അതിന് ശേഷമുള്ള നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലെ, അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഡേ ആയിരിക്കുമല്ലോ. ക്ലിയർ? നെക്സ്റ്റ്, the person to whom the amount mentioned in the promissory note is payable is known as. ആർക്കാണോ ക്യാഷ് കൊടുക്കേണ്ട അല്ലേ, പ്രോമിസറി നോട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് കൊടുക്കേണ്ട വ്യക്തിയെ അയാളെ എന്തെന്നാ വിളിക്കുന്നത്? പ്രോമിസി, അല്ലെങ്കിൽ ഡ്രോയി, അല്ലെങ്കിൽ പേയി എന്നൊക്കെ വിളിക്കുക അല്ലേ. നെക്സ്റ്റ്, ദ പേഴ്സൺ ഹു മേക്സ് ദ പ്രോമിസറി നോട്ട് ഈസ് നോൺ ആസ്. പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്ന വ്യക്തിയെ എന്തെന്നാ വിളിക്കുന്നത്? ഡ്രോയർ അല്ലെങ്കിൽ പ്രോമിസർ എന്നല്ലേ വിളിക്കുന്നത്. Next, in a promissory note, the person who makes the promise to pay is called. ആരാണ് പ്രോമിസ് കൊടുക്കുന്നത്? ആ വ്യക്തി എന്താ വിളിക്കുന്നത്? പ്രോമിസർ എന്നല്ലേ വിളിക്കുന്നത്. നെക്സ്റ്റ്, എ പ്രോമിസറി നോട്ട് ഡസ് നോട്ട് റിക്വയർ ഡാഷ്. പ്രോമിസറി നോട്ടിന് എന്താ ആവശ്യമില്ല? അക്സെപ്റ്റൻസ് ആവശ്യമില്ല. പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞു ഓർക്കുന്നില്ലേ? പ്രോമിസറി നോട്ടിന് അക്സെപ്റ്റൻസ് ആവശ്യമില്ല. കാരണം അവിടെ അയാൾ എന്താ കൊടുക്കുന്നത്? പ്രോമിസ് കൊടുക്കുക, പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട്. നെക്സ്റ്റ്, സൈനിങ് ഓൺ ദി ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഫോർ നെഗോഷിയേഷൻ ഈസ് കോൾഡ്. കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ പ്രോമിസറി നോട്ടിൻ്റെ ഒക്കെ ബാക്കിൽ സൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെ എന്തെന്നാ വിളിക്കുന്നത്? എൻഡോഴ്സ്മെന്റ് എന്നല്ലേ വിളിക്കുന്നത്. ബില്ല് അധികാരപ്പെടുത്തി കൈമാറ്റം ചെയ്യുക എന്നല്ലേ എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പിന്നിൽ ആ ഇൻസ്ട്രുമെന്റിന്റെ പിറകിൽ സൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ എന്തെന്നാ പറയുന്നത്? എൻഡോഴ്സ്മെന്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വൈൽ കാൽക്കുലേറ്റിംഗ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദി ബിൽ, ഹൗ മെനി ഡേയ്സ് ആർ ആഡഡ് ടു ദ പീരിയഡ് ഓഫ് ദി ബിൽ? ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡേയ്സ് ആണ് പീരിയഡ് ഓഫ് ബില്ലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്? എത്ര എക്സ്ട്രാ ഡേയ്സ് അല്ലെങ്കിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് എത്രയാണ്? 3 days അല്ലേ? ആൻസർ 3 days. നെക്സ്റ്റ്, എൻകാഷിംഗ് ദ ബിൽ ബിഫോർ ദ ഡേറ്റ് ഓഫ് ഇസ് മെച്യൂരിറ്റി ഈസ് കോൾഡ്. കണ്ടോ, ബില്ല് മച്യൂർ ആകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ബില്ലിലെ പണം വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ
അതിനെ എന്തെന്നാ വിളിക്കുന്നത്? ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്നല്ലേ വിളിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തൊന്നും ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.